എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഹൊഗറാമോ അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുത്ത് ആ ഒരു സേജ് ജിപ്സു അത് സ്വായത്തമാക്കി. മാത്രമല്ല അവനിപ്പോ നല്ല രീതിയിൽ പവർ പുറത്തേക്ക് റിലീസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. തവള പറയും ഉറപ്പായിട്ടും ഇനി നിനക്ക് നിന്റെ അമ്മയെ തോൽപ്പിക്കാൻ കഴിയും. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഓൾമോസ്റ്റ് ഇപ്പൊ സെയിം പവർ ആയിരിക്കാണ് എന്ന് പറയുമ്പോഴായിരിക്കും ഒരു മെസ്സഞ്ചർ തവള അതിപ്പോ അവിടേക്ക് വരിക. മെസ്സഞ്ചർ തവള പറയും കാഗുയ അവര് തിരികെ ഗ്രാമത്തിലേക്ക് എത്തി. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒഗമാറു അവനിപ്പോ ഗ്രാമത്തിലേക്ക് തിരികെ എത്തും. അതിനുശേഷം ഗ്രാമത്തിലുള്ളവരെ ഓരോരുത്തരെയായിട്ട് ഇപ്പൊ ഇവാക്യുവേറ്റ് ചെയ്യാണ്. പിന്നീട് അവൻ ഡയറക്റ്റ് ആയിട്ട് ഇപ്പൊ വീടിന് മുൻപിലേക്ക് വരും. അവൻ ആ തവളയോട് പറയും നീ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോണം. ഞാനും അമ്മയും തമ്മിലുള്ള കൂടിക്കാഴ്ച അതാണ് ഇനി നടക്കാൻ പോകുന്നത്. ഉടനെ തവള അതിന്റെ വായിൽ നിന്ന് എന്തോന്നെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. തവള പറയും ഇതാണ് സേജ് ടാഗ്. ഇൻ കേസ് നിന്റെ ജീവൻ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ടാഗ് നീ നിന്റെ ബോഡിയിൽ വെക്കണം. ഇതിന്റെ ശക്തിയാൽ നിനക്ക് നിന്റെ ജീവൻ അത് തിരികെ പിടിക്കാനാവും. ഇതൊരേ ഒരു തവണ മാത്രമേ നിനക്ക് യൂസ് ചെയ്യാൻ കഴിയൂന്ന് പറഞ്ഞ് തവള അതിപ്പോ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. ഉടനെ ഹൊഗാറോമോ അവൻ അങ്ങനെ നടന്ന് അവന്റെ അമ്മയുടെ മുൻപിലേക്ക് വരും. അവനെ കാണുമ്പോൾ തന്നെ അവന്റെ അമ്മ ചോദിക്കും ഹൊഗാറാമ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ ഒരുപാട് കാലായി. നീ ഇപ്പോ ഗ്രാമത്തിന്റെ റൂളുകൾ അത് ലംഘിച്ച് ഒരുപാട് കാര്യം ചെയ്യുന്നുണ്ടല്ലേ. എനിക്കറിയാം നിനക്ക് ആ പെൺകുട്ടിയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടല്ലേ നീ ഇതൊക്കെ ചെയ്യുന്നേ. അതിന് ഹൊഗാറാമ പറയും അവൾക്ക് വേണ്ടി മാത്രമല്ല ഈ ഗ്രാമത്തിന് വേണ്ടി കൂടെയാണ് ഞാനിതെല്ലാം ചെയ്യുന്നത്. ഇനിയും ഇങ്ങനെ പോയ ആ ഡയമണ്ട് ട്രീ ഇത് ഗ്രാമത്തിലുള്ള ജനങ്ങളെ എല്ലാവരെയും നശിപ്പിച്ചു കളയും. അതൊരിക്കലും സംഭവിക്കാനായിട്ട് പാടില്ല. ഉടനെ കാഗുയ പറയും എനിക്ക് ഈ മിലിറ്ററി ഫോഴ്സ് അത് ക്രിയേറ്റ് ചെയ്തേ പറ്റൂ. ഞാൻ വന്ന ലോകത്തില് സ്നേഹം കരുണ എന്നിങ്ങനെ ഒന്നുമില്ല. അവിടെ പവർ മാത്രമാണ് മെയിൻ. സോ അവർക്ക് വേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. അതിന് ഹാഗുറാമ പറയും നമ്മളെല്ലാവരും ജീവിക്കുന്നത് സ്നേഹത്തിലും പരസ്പര സഹകരണത്തിലുമല്ലേ. ഞങ്ങൾ പോലും ഇന്ന് അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. അതിന് കാഗുയ പറയും ഞാനും അങ്ങനെ തന്നെയാണ് കരുതിയിരുന്നത്. പക്ഷേ സ്നേഹവും കരുണയും എല്ലാം തന്നെ വലിയൊരു ദുരന്തത്തിലാണ് ചെന്ന് അവസാനിച്ചതെന്ന് പറഞ്ഞ് അവളിപ്പോ അവളുടെ അസിസ്റ്റന്റ് ഐനോ അവൾ മരിച്ചുപോയ കാര്യം അതങ്ങനെ ആലോചിക്കാനായിട്ട് തുടങ്ങും. കട്ട് ചെയ്ത ഹാഗുറ അവൻ വീണ്ടും വീണ്ടും നിലവിളിച്ചു പറയും അമ്മ ദയവ് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യ്. അതിനവള് പറയും നിങ്ങൾ ഇത്രയും നാളും പ്രൊട്ടക്ട് ചെയ്തും സ്നേഹിച്ചും വളർത്തിയ ഞാൻ ഒരു വിഡ്ഢിയാണ്. എന്റെ ലക്ഷ്യത്തിന് എനിക്ക് തടസ്സമായി വരുന്നവരെ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവള് ചാടി എഴുന്നേക്കുമ്പോഴേക്കും ഹാമുറ ഹാഗുറയുടെ ബ്രദർ അവൻ ഓടി വന്ന് ഇപ്പൊ ഹാഗുറയെ അങ്ങനെ അറ്റാക്ക് ചെയ്യാണ്. അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. ഇവിടെ എന്താ സംഭവിക്കണേ, എന്താ ഇവന് പറ്റിയേ. അതിനമ്മ പറയും ഇവനെ വെച്ച് മാത്രമേ എനിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയൂ. അതുകൊണ്ടാണ് ഞാൻ നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇവനെ തെരഞ്ഞെടുത്തത്. ഹാമുറയാണെങ്കിൽ അറഞ്ചം പൊറഞ്ചം ഹാഗുറാമയെ തല്ലും. ഒരുപാട് നേരം അവന്റെ പഞ്ച് ഹാഗുറാമ റെസിസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം അവൻ പതിയെ അവന്റെ പവർ റിലീസ് ചെയ്യും. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ആ തവള അതാണെങ്കിൽ ഈ സീൻ കണ്ട് ഷോക്കായി നിൽക്കുകയാണ്. കാഗുയ അവൾ അവന്റെ മകനെ തന്നെ ഹോസ്റ്റേജായി ഇറക്കിയല്ലേ. ഇവിടെ ഹാഗുറാമ ഹാമുറയോട് സോറി പറഞ്ഞ് കയ്യിൽ ലൈറ്റ്നിങ് ജിപ്സും എടുത്ത് അവന്റെ നെഞ്ചിൽ തന്നെ ആഞ്ഞൊരിടി. ആ ഒരു ഇടിയില് അവന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഗെഞ്ചിപ്സു അതങ്ങനെ ബ്രേക്കായി ഹാമുറ അവൻ നോർമലാവും. ഹാമുറ ഇപ്പോ ഹാഗുറയോട് സോറി പറഞ്ഞ് അങ്ങനെ താഴേക്ക് വീഴും. ഹാഗുറാമ പറയും നീ പേടിക്കേണ്ട ആവശ്യമില്ല, ഉറപ്പായിട്ടും നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞ് ആ തവള കൊടുത്ത ടാഗ് എടുത്ത് അവൻ ഹാമുറയുടെ ദേഹത്ത് വെക്കും. അടുത്ത സെക്കൻഡ് ഹാമുറ അവൻ ഫുള്ളായി ഹീലായി പഴയതുപോലെ ആവും. അത് കണ്ട് കാഗുയ അവള് ഫുൾ കലിപ്പില് അവളുടെ ശരീരം കണ്ണ് അത് അവേക്കൻ ചെയ്ത് ഫുൾ പവറില് നമ്മുടെ ആൾക്കാരുടെ മുൻപില് ഹായായിട്ട് വന്ന് നിൽക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പ ട്വിസ്റ്റ്. ആ വലിയ മരം അതിപ്പോ അങ്ങനെ ഭൂമിക്കടിയിലേക്ക് പോയി ഒരു വലിയ പൂ അത് വിടരാനായിട്ട് തുടങ്ങും. ആക്ച്വലി അതിപ്പോ ആ ടെൻടെയിൽ പവറിലേക്ക് കൺവേർട്ട് ആവാൻ ശ്രമിക്കുകയാണ്. അടുത്ത നിമിഷം ആ ടെൻടെയില് അത് കാഗുയെ പ്രൊട്ടക്ട് ചെയ്യാൻ അങ്ങനെ നടന്നു വരും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ പ്രസന്റില് ബ്ലാക്ക് സെറ്റ്സു അവൻ പറയും രണ്ട് ബ്രദേഴ്സും ആ ടെൻടെയിലും അവര് ചേർന്ന് ഒരുപാട് കാലം യുദ്ധം മുൻപോട്ട് പോയി. സുസാനയൊക്കെ ഉപയോഗിച്ച് അവർ ആ ടെൻടെയിലിനെ പ്രിവെന്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവസാനം അവർ രണ്ടുപേരും ചേർന്ന് ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് അമ്മയെ ലോക്ക് ചെയ്തു. ആ ടൈമിലാണ് ബ്ലാക്ക് സെറ്റ്സു ആയ എന്നെ അമ്മ പുറത്തേക്ക് ഇജക്ട് ചെയ്തത്. ബ്ലാക്ക് സെറ്റ്സു ആണെങ്കിൽ അങ്ങനെ ആ കല്ലുകൾക്കിടയിലൂടെ അബ്സോർബായി പോവും. കട്ട് ചെയ്ത പ്രസന്റില് ബ്ലാക്ക് സെറ്റ്സു പറയും എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ അമ്മയെ തിരികെ പിടിക്കാനാണ് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പ്ലാനുകളെല്ലാം ഉണ്ടാക്കി ഇപ്പൊ എൻ്റെ അമ്മയെ
തിരികെ കൊണ്ടുവന്നത്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത് ആ ഡയമണ്ട് ട്രീ കാണിക്കും. അതിപ്പോ പതിയെ പതിയെ താഴേക്ക് വീണ് കിടക്കുകയാണ്. അതിനുശേഷം സ്ക്രോളിൽ റൗണ്ട് ചെയ്തിരുന്ന ജനങ്ങളെല്ലാവരും അങ്ങനെ പുറത്തേക്ക് വരും. ആ സ്ക്രോൾ ആണെങ്കിൽ പതിയെ പതിയെ റിമൂവ് ആവുകയാണ്. കട്ട് ചെയ്ത വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ഒഗോറാമ അവൻ ആ 10 ടൈലിനെ 9 പീസായിട്ട് അങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കും. ഹാഗുറ പറയും, ഈ 9 ടൈൽഡ് ബീസ്റ്റുകൾ ഇവറ്റകൾ ഉപയോഗിച്ച് ഞാൻ ജനങ്ങൾക്ക് നല്ലത് ചെയ്യും, പോസിറ്റീവായ കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ ഇവറ്റകളെ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞ് അവരെ മുഴുവനും ഹാഗുറ അവന്റെ ബോഡിയിലേക്ക് തന്നെ അബ്സോർബ് ചെയ്തെടുക്കും. അപ്പോഴായിരിക്കും ഹാമുറ പറയാ, ഹാഗുറ എനിക്ക് നമ്മുടെ അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. ആക്ച്വലി നമ്മുടെ അമ്മ നമുക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. സോ ഞാനും അമ്മയുടെ കൂടെ പോവാണ്. അമ്മ എന്നെ കൺട്രോൾ ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ എപ്പോഴും ഞാൻ അമ്മയുടെ കൂടെ ഇരുന്ന് നിന്നെ തന്നെയായിരിക്കും നോക്കുക എന്ന് പറഞ്ഞ് അവനിപ്പോ ഒരു സീലിംഗ് ജിപ്സുവിന്റെ മുകളിൽ കയറി നിൽക്കും. അടുത്ത സെക്കൻഡ് അവൻ അവിടുന്ന് ഇൻവിസിബിൾ ആയി പോവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ ഹഗാറാമയ്ക്ക് 2 കുട്ടികളുണ്ടാവും. അതാണ് ഇന്ദ്രയും ആസറയും. ഹഗാറാമ മരണപ്പെട്ടതിന് ശേഷമാണ് ഞാൻ എൻ്റെ പ്ലാൻ മുഴുവൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് ഇപ്പൊ ബ്ലാക്ക് സെറ്റ്സ് പറയും. ഇന്ദ്രയുടെയും ആസറയുടെയും ചക്ര അത് കമ്പൈൻ ആയാൽ മാത്രമേ ഒഗാറാമയുടെ ചക്ര പവർ അതെനിക്ക് കിട്ടൂ. അതിനുവേണ്ടി അവർ രണ്ടുപേരെയും കമ്പൈൻ ചെയ്ത് ഞാൻ റെനീങ്കം പവർ അത് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഹഗാറാമോ അവൻ ആ സ്റ്റോൺ ടാബ്ലറ്റിൽ എഴുതിയ കാര്യങ്ങൾ ഞാൻ ചേഞ്ച് ചെയ്തു. എനിക്ക് ആവശ്യമായ രീതിയിൽ ഞാൻ അതിനെ കൺവേർട്ട് ചെയ്തു. പിന്നീട് ഇന്ദ്രയ്ക്കും ആസറയ്ക്കും ഇടയിൽ ഞാൻ ഫൈറ്റുകൾ ക്രിയേറ്റ് ആക്കാൻ തുടങ്ങി. ഈ രണ്ടുപേരെയും പരസ്പരം ഞാൻ ശത്രുക്കളാക്കി മാറ്റി. പിന്നീട് 1000 വർഷങ്ങൾക്ക് ശേഷമാണ് മാധുരയെ എൻ്റെ കയ്യിൽ കിട്ടിയത്. അവനാണ് എനിക്ക് പറ്റിയ ആളെന്ന് മനസ്സിലാക്കി എൻ്റെ എല്ലാ പ്ലാനുകളും അവനിലൂടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്തു. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത മാധുരയും ആസറാമയും അവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഫൈറ്റ് കാണിക്കും. ആസറാമയായിട്ടുള്ള ഫൈറ്റില് മാധുര തോറ്റുപോവും. പക്ഷേ അതിന് തൊട്ടു മുൻപായി ആസറാമയുടെ ബോഡി മാധുര കടിച്ചു പറിക്കും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത അതെല്ലാം കണ്ട് ആ ബ്ലാക്ക് സെറ്റ്സു അവനങ്ങനെ ഹായായിട്ട് നിൽക്കുകയാണ്. കട്ട് ചെയ്ത വീണ്ടും ബ്ലാക്ക് സെറ്റ്സ് പറയും, മാധുര മരിക്കുന്നതിന് മുൻപ് ഈസനാക്കി ജിപ്സു അത് മാധുര അവന്റെ ബോഡിയിൽ സെറ്റ് ചെയ്തിരുന്നു. ഒരുപാട് കഷ്ടപ്പെട്ട് മാധുരയുടെ ബോഡി ഞാൻ മലകൾക്ക് മുകളിൽ നിന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. അവൻ ജീവനോടുകൂടെ തിരികെ വരാനാണ് അതൊക്കെ ചെയ്തത്. അതിനുശേഷം അവന്റെ ജീവൻ അത് തിരികെ പിടിച്ച് അവന്റെ ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്ത് മറ്റൊരു ഭാഗത്തേക്ക് പോയി. അവൻ കടിച്ചെടുത്ത ആസറാമയുടെ മാംസം അതവൻ അവന്റെ ബോഡിയിൽ തന്നെ സീൽ ചെയ്തു. പിന്നീട് മാധുര ആ സ്റ്റോൺ ടാബ്ലറ്റിലുള്ള കാര്യങ്ങള് അതൊന്നൊന്നായി വായിച്ച് ഓരോ കാര്യങ്ങളായി ചെയ്യാൻ തുടങ്ങി. അതിനുശേഷമാണ് അവൻ വൈറ്റ് സെറ്റ്സ് ക്രിയേറ്റ് ചെയ്തത്. ആക്ച്വലി മാധുര കരുതിയത് ഞാൻ അവന്റെ ബോഡിയിൽ നിന്നും പുറത്തു വന്നതാണെന്നാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവനല്ല, ഞാനാണ് അവനെ കൺട്രോൾ ചെയ്തത്. അതിനുശേഷം ഞാൻ ഒബീട്ടോയെ കൺട്രോൾ ചെയ്തു. അക്കാസ്കി ടീം ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഇവിടെ വരെ ഞാൻ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. അങ്ങനെ ഒടുവിൽ ഞാൻ എൻ്റെ അമ്മയെയും തിരികെ കൊണ്ടുവന്നു എന്ന് പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.